പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ദക്ഷിണ റെയിൽവേ പെൻഷനേഴ്സ് യൂണിയന്റെ പാലക്കാട് ഡിവിഷണൽ സമ്മേളനം ആഗസ്റ്റ് മാസം 10-ാം തീയതി രാവിലെ 10 മണിക്ക് പാലക്കാട് കോപ്പറേറ്റീവ് കോളേജിൽ വെച്ച് നടക്കുകയാണ്. പെൻഷൻ ആരുടെയും ഔദാര്യമല്ലെന്നും അത് അവകാശമാണെന്നും മാറ്റിവെക്കപ്പെട്ട വേതനമാണെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 2004 ജനുവരിക്ക് ശേഷം റെയിൽവേയിലും കേന്ദ്രമേഖലയിലും ജോലിക്ക് ചേരുന്ന തൊഴിലാളികൾക്ക് പെൻഷൻ നിഷേധിക്കുന്ന ന്യൂ പെൻഷൻ സ്കീം NPS ആണ് നടപ്പിലാക്കിയിട്ടുള്ളത്. തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് 10% പിടിച്ചെടുത്ത് അത് ഷെയർ മാർക്കറ്റുകളിൽ നിക്ഷേപിച്ച് ഷെയർ മാർക്കറ്റുകളിലെ ഗതിവിഗതികൾക്കും ലാഭനഷ്ടങ്ങൾക്കും അനുസരിച്ച് പെൻഷൻ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം തൊഴിലാളികളെ അനിശ്ചിതത്വത്തിലാക്കുകയാണ്. ഗവൺമെന്റ് പെൻഷന് ഒരു ഗ്യാരണ്ടിയും നൽകാത്ത ഒരു സ്കീമാണ് NPS. പിന്നീട് ഇതിന്റെ പേര് നാഷണൽ പെൻഷൻ സ്കീം എന്നാക്കിയെങ്കിലും ആ പെൻഷന്റെ ഘടനയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മിനിമം ഗ്യാരണ്ടീഡ് പെൻഷനെ കുറിച്ച് പറയുന്നില്ല, അതുപോലെ തന്നെ കുടുംബ പെൻഷനെ കുറിച്ച് പറയുന്നില്ല. ഗ്രാറ്റുറ്റി മുതലായ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണിത്. എന്നാൽ തൊഴിലാളികൾ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെയും അതുപോലെ ഉള്ള CAT പോലെയുള്ള ദേശീയ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നിരന്തരം പ്രക്ഷോഭം നടത്തുകയും NPSനെതിരെ വലിയ ഒരു വികാരം തൊഴിലാളികൾക്കിടയിൽ ഉടലെടുക്കുകയും ചെയ്തപ്പോൾ ചെറിയ പരിഷ്കരണങ്ങളോടെ യുണീക് പെൻഷൻ സ്കീം UPS എന്നുള്ള ഒരു പേരുമാറ്റം നടത്തി ചെറിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും റെയിൽവേ തൊഴിലാളികളോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരും ഒരുമിച്ച് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് UPSഉം NPSഉം വേണ്ട, ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായ OPS ആണ് വേണ്ടതെന്നാണ്. അതോടൊപ്പം ഈ 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പെൻഷൻ നയത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പെൻഷൻകാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടേംസ് ഓഫ് റെഫറൻസിൽ അത് പരിശോധിക്കാനുള്ള റെഫറൻസ് വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി പെൻഷൻ ക്ഷാമകത്തേക്കനുസരിച്ച് ഉയരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് നൽകുന്ന അനിശ്ചിതത്വം ഈ സാമൂഹ്യക്ഷേമ പദ്ധതിയായിട്ടുള്ള പെൻഷനിലും കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഭേദഗതിക്കെതിരെ അതുപോലെ തന്നെ 8ാം ശമ്പള കമ്മീഷനെ ഉടനെ നിയമിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഫോറം ഓഫ് നാഷണൽ പെൻഷനേഴ്സ് അസോസിയേഷൻസ് ഈ അടുത്ത ദിവസം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും നടത്തുകയുണ്ടായി. വരുന്ന മാസങ്ങളിൽ രാജ്ഭവനിലേക്കും പാർലമെന്റിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടത്തുകയാണ്. ഈ സമരങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഓൾഡ് പെൻഷൻ സ്കീം പുനഃസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട്, 8ാം ശമ്പള കമ്മീഷനെ ഉടനെ നിയമിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യമാസകലം പ്രക്ഷോഭത്തിനൊരുങ്ങുമ്പോൾ എന്ന ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണ റെയിൽവേ പെൻഷനേഴ്സ് യൂണിയന്റെ പാലക്കാട് ഡിവിഷണൽ സമ്മേളനം പാലക്കാട് കോപ്പറേറ്റീവ് കോളേജ് ഹാളിൽ നടക്കുന്നത്. സമ്മേളനം മുൻ MPയും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള സഖാവ് NN കൃഷ്ണദാസ് MP ഉദ്ഘാടനം ചെയ്യുന്നത്. സഖാക്കൾ TK അച്യുതൻ, RG പിള്ള, K അശോകൻ, TN വെങ്കടേശ്വരൻ, TD രാമകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമ്മേളന പ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതാണ്. പെൻഷൻ അട്ടിമറിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ, കുടുംബ പെൻഷൻ പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ പെൻഷൻ പറ്റിയവർക്ക്, അത് നാച്ചുറലായി പെൻഷൻ പറ്റിയവരായാലും വളണ്ടറി കൊടുത്തവരായാലും, അവരുടെ പെൻഷൻ വർധന അനിശ്ചിതത്വത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് റെയിൽവേയിൽ നിന്ന് പെൻഷൻ പറ്റിയ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും സഖാക്കളും ഈ സമ്മേളനത്തിൽ തങ്ങളുടെ പങ്കാളിത്തം കൊണ്ട്
സമ്മേളനത്തെ വൻ വിജയമാക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടിയും ദക്ഷിണ റെയിൽവേ പെൻഷനേഴ്സ് യൂണിയന് വേണ്ടിയും മാത്യു സിറിയക് പി, സോണൽ വൈസ് പ്രസിഡന്റ്, ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ.